ഭരണകൂടത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഗസയുടെ പുനർനിർമ്മാണത്തിനായി നീക്കിവെച്ച കോടിക്കണക്കിന് ഡോളർ ഇറാൻ യുദ്ധത്തിന്റെ മറവിൽ വകമാറ്റി ചിലവഴിച്ചെന്ന അതീവ ഗൗരവകരമായ ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗസയിലെ യുദ്ധക്കെടുതികൾ അനുഭവിച്ച ജനതയെ പുനരധിവസിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിച്ച ഗാസ ബോർഡ് ഓഫ് പീസ് എന്ന പദ്ധതിയിലേക്ക് മാറ്റിവെച്ച 17 ബില്യൺ ഡോളറാണ് ഏകദേശം 1700 കോടി ഡോളർ കാണാതായിരിക്കുന്നത്. ഈ വൻതുക ട്രംപ് ഭരണകൂടം ഇസ്രായേലിന്റെ സൈനിക ആവശ്യങ്ങൾക്കായി വഴിതിരിച്ചുവിട്ടു എന്ന വെളിപ്പെടുത്തൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും തകർന്ന നഗരങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കാനും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം നൽകിയ സഹായധനമാണ് ഇതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സമാധാനത്തിനായുള്ള പണം യുദ്ധത്തിനായി ഉപയോഗിച്ചു എന്ന ആരോപണം ട്രംപ് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ സഹായിക്കാൻ ട്രംപ് സ്വീകരിച്ച ഈ രഹസ്യ നീക്കം അറബ് ലോകത്തെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും ഒരുപോലെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ പേരിൽ അറബ് രാജ്യങ്ങളെ കബളിപ്പിച്ച് അവരുടെ പണം യുദ്ധത്തിന് ഉപയോഗിച്ചു എന്നതാണ് ഈ വിവാദത്തിന്റെ കാതൽ. ഈ ആരോപണങ്ങൾ പുറത്തു വന്നതോടെ വാഷിംഗ്ടണിന്റെ പശ്ചിമേഷ്യൻ നയങ്ങൾ കടുത്ത സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. ഗസയിലെ മാനുഷിക ദുരന്തങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ അമേരിക്ക മുൻഗണന നൽകുന്നത് ഇറാനുമായുള്ള യുദ്ധവിജയത്തിനാണെന്ന് ഈ നീക്കം തെളിയിക്കുന്നു. 17 ബില്യൺ ഡോളർ എന്നത് ഒരു ചെറിയ തുകയല്ല. ഗസയിലെ ജനജീവിതം പൂർണ്ണമായും പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ തുകയാണത്. ഈ പണം ആയുധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കുമായി ചിലവഴിച്ചു എന്ന വാർത്ത സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഗസ ബോർഡ് ഓഫ് പീസിലേക്ക് ഫണ്ട് നൽകിയത്. എന്നാൽ ട്രംപ് ഈ പണം തങ്ങളുടെ തന്ത്രപരമായ താൽപര്യങ്ങൾക്കായി പുകച്ചു തീർത്തു എന്നാണ് വിമർശകർ പറയുന്നത്. ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേലിന് നേരിട്ട സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ ഗസയുടെ വികസന പണം ഉപയോഗിച്ചത് നയതന്ത്രപരമായ വഞ്ചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെ വർഷങ്ങൾ പിന്നോട്ടടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധം വഷളാകാനും ഇത് കാരണമായേക്കും. ഇറാനുമായുള്ള യുദ്ധമുഖത്ത് അമേരിക്കയും ഇസ്രായേലും നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദമാണ് ട്രംപിനെ ഇത്തരമൊരു കടുത്ത നടപടിക്ക് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സഹായധനങ്ങൾ വകമാറ്റുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഗസയിലെ സാധാരണക്കാരുടെ ജീവനും ഭാവിയും വെച്ച് ട്രംപ് ചൂതാട്ടം നടത്തുകയാണെന്നത് മനുഷ്യാവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു. പുനർനിർമ്മാണ പദ്ധതികൾ പാതി വഴിയിൽ നിലയ്ക്കുന്നതോടെ ഗസയിലെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടപ്പെടും. ഈ വിവാദം അമേരിക്കയ്ക്കുള്ളിലും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. സഖ്യകക്ഷികൾക്ക് പണം നൽകാൻ ഗസയിലെ കുട്ടികളുടെ ആഹാരവും മരുന്നും കവർന്നെടുത്തു എന്ന പ്രതിപക്ഷ ആരോപണം ട്രംപിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിലെ വിജയത്തിനായി ഏത് കുൽസിത മാർഗവും സ്വീകരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ രീതികൾ ആഗോളതലത്തിൽ ഒറ്റപ്പെടാൻ കാരണമായേക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അറബ് രാജ്യങ്ങൾ തങ്ങളുടെ ഫണ്ട് തിരികെ ചോദിക്കാനോ അല്ലെങ്കിൽ ഭാവിയിലുള്ള സഹായങ്ങൾ നിർത്തിവെക്കാനോ സാധ്യതയുണ്ട്. സമാധാനത്തിനായുള്ള ബോർഡുകൾ വെറും നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ട്രംപിന്റെ ഈ തന്ത്രപരമായ കബളിപ്പിക്കൽ പശ്ചിമേഷ്യയുടെ ഭാവിയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് ലോകം അതീവ ഉത്കണ്ഠയോടെ വീക്ഷിക്കുന്നു. വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവ് അറബ് ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തുമെന്നുറപ്പാണ്. നയതന്ത്ര തലത്തിലെ ഈ വലിയ അഴിമതി പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. അമേരിക്കൻ ജനാധിപത്യത്തിനും നയതന്ത്രത്തിനും മേൽ കരിനിഴൽ വീഴ്ത്തിയ ഒന്നായി ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. സമാധാനം എന്നത് വെറുമൊരു വാക്കായി മാറുകയും യുദ്ധം എല്ലാ മൂല്യങ്ങളെയും വിഴുങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത്. ഈ തുകയുടെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാനും അത് എവിടെ ചിലവഴിച്ചു എന്ന് വ്യക്തമാക്കാനും ട്രംപ് ഭരണകൂടത്തിനു മേൽ സമ്മർദ്ദം ഏറുകയാണ്. സമാധാനത്തിന്റെ പേരിൽ നടന്ന ഈ വലിയ വഞ്ചനയ്ക്ക് ലോകം എന്ത് മറുപടി നൽകുമെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും.
ഗസയിലെ ജനതയുടെ കണ്ണീരും പട്ടിണിയും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ യുദ്ധനീക്കങ്ങൾ മനുഷ്യത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നതിൽ സംശയമില്ല. ഈ സംഭവവികാസങ്ങൾ UN പൊതുസഭയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. പശ്ചിമേഷ്യൻ ശാന്തിയുടെ വിളക്കുകൾ അണയ്ക്കുന്ന ഇത്തരം നീക്കങ്ങൾ ലോകം ഒരിക്കലും പൊറുക്കില്ല. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള പണം വെടിയുണ്ടകളായി മാറുന്നത് കാണേണ്ടി വരുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമാണ്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വേണ്ടിയുള്ള പാതകൾ ഓരോന്നായി അടയുകയാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ $17 ബില്യൺ തിരിമറി. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കും.